സ്റ്റുഡൻസ്, നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ അടുത്ത പോർഷനിലേക്ക് പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈദ്യുതി, പൊട്ടൻഷ്യൽ വ്യത്യാസം, ഊർജ്ജമാറ്റം ഒക്കെ ചർച്ച ചെയ്തു. ഇനി ഇതിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പ്രതിരോധങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടിൽ എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. പക്ഷെ അതിനു മുന്നേ നമുക്ക് എന്താണ് പ്രതിരോധം, എന്താണ് പ്രതിരോധങ്ങൾ എന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ എന്താണ് പ്രതിരോധം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ പറയുക, നമ്മൾ അസുഖമൊക്കെ വരാതെ പ്രതിരോധിക്കുക എന്നൊക്കെ നമ്മൾ പറയൂലേ. അതുപോലെ തന്നെ ഫിസിക്സിൽ പ്രതിരോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിനുള്ള തടസ്സമാണ് പ്രതിരോധം. വൈദ്യുത പ്രവാഹത്തിനുള്ള തടസ്സമാണ് പ്രതിരോധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. എന്താണ്? ഓം ആണ്. ജോർജ് സൈമൺ ഓം ഒക്കെ നമ്മൾ ശാസ്ത്രജ്ഞനെ അറിയാം. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമൊക്കെയാണ് നമ്മൾ പ്രതിരോധത്തിന് ഓം എന്ന യൂണിറ്റ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രതിരോധകങ്ങൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പ്രതിരോധം എന്താണെന്ന് പഠിച്ചു. ഇനി പ്രതിരോധകങ്ങൾ, അതായത് റെസിസ്റ്റേഴ്സ് എന്താണ്? നമുക്ക് ഒരു സർക്യൂട്ടിൽ ഒരു നിശ്ചിത പ്രതിരോധം ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രതിരോധകങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിലൊരു കോളത്തിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാർബൺ റെസിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഒരു പ്രധാന റെസിസ്റ്ററാണ് കാർബൺ റെസിസ്റ്റർ. അതിൻ്റെ കളർ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് വിടുക. അത് +1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ അതാണ് പ്രതിരോധകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതിരോധം ആവശ്യമുള്ള സമയത്ത് നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് പ്രതിരോധകങ്ങൾ. ഇനി പ്രതിരോധകത്തിൻ്റെ, അതായത് റെസിസ്റ്ററിൻ്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഓരോ പദാർത്ഥത്തിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ പദാർത്ഥത്തിൻ്റെ സ്വഭാവം. നെക്സ്റ്റ്, ചാലകത്തിൻ്റെ നീളം, അതായത് നമ്മൾ എടുക്കുന്ന ചാലകത്തിൻ്റെ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് നേരനുപാതത്തിലാണ് അല്ലേ. ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. ഓക്കെ, ചാലകത്തിൻ്റെ വണ്ണം എന്താണ്? റെസിസ്റ്റൻസ് വിപരീത അനുപാതത്തിലാണ്, അതായത് വണ്ണം കൂടുമ്പം റെസിസ്റ്റൻസ് കുറയും. നെക്സ്റ്റ് എന്താണ്? താപനില എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, നേരനുപാതത്തിലാണ്, അതായത് താപനില കൂടുമ്പം റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. പ്രതിരോധം എന്താണ്, പ്രതിരോധകങ്ങൾ എന്താണ്, യൂണിറ്റ്, പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്, ദെൻ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒക്കെ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഓംസ് ലോ എന്താണെന്നാണ്, ഓം നിയമം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച ഒരു നിയമമാണ്. ഇതും കൂടെ വേണം നമ്മൾ പ്രതിരോധങ്ങളുടെ ക്രമീകരണം പഠിക്കണമെങ്കിൽ നമുക്ക് ഇതുകൂടെ ആവശ്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓർത്തെടുക്കാം. എന്തായിരുന്നു ഓംസ് ലോ എന്ന് പറഞ്ഞേ? നിങ്ങൾ പഠിച്ചതാണ്, ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്ഥിരോഷ്മാവിൽ ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതി അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തിരുന്നു. അതായത് നമ്മൾ കണ്ടക്ടറിലുള്ള വോൾട്ടത ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ നേരനുപാതത്തിലാണ് കറണ്ടിനോട് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? V/I എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് നമ്മളെ റെസിസ്റ്റൻസ് അല്ലേ. ഓരോ പദാർത്ഥത്തിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും, നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിൽ നിന്ന് V സമം എങ്ങനെ എഴുതാം? I × R എന്ന് എഴുതാം. V സമം I × R എന്ന് എഴുതാം. ദെൻ പിന്നെ I = V/R എന്ന് എഴുതാം. I = V/R എന്ന് എഴുതാം. ഇനി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒന്നും ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പിരമിഡ് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ പിരമിഡോ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ എന്താ എഴുതുക? എപ്പോഴും V എഴുതുക. താഴെ I-ഉം R-ഉം എഴുതുക. എന്നിട്ട് നമുക്ക് ആരെയാണോ കാണേണ്ടത് അവരെ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ V ആണ് കാണേണ്ടതെന്ന് വെക്കുക. അപ്പോൾ V = IR എന്ന് കിട്ടും. ഇനി I കാണേണ്ട സമയത്ത് I = V/R എന്ന് കിട്ടും. കണ്ടോ? V/R എന്ന് കിട്ടും. ഇനിയോ R കാണേണ്ട സമയത്ത് R = V/I എന്ന് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ
പെട്ടെന്ന് ഓർത്തിരിക്കാം. അല്ലാതെ തന്നെ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കാം. ഇനി ഓംസ് ലോയുടെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ആക്സിസിൽ കറണ്ടാണ്, വൈ ആക്സിസിൽ വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾക്കറിയാം ഇത് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ടും കൂടും. അതാണ് ഈ ലോ പറയുന്നത്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരിക? ഇങ്ങനെയാണ്, നേർ അനുപാതത്തിലായതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓംസ് ലോ. ഇനി നമ്മൾ നമ്മുടെ പ്രതിരോധങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ലോ ഒക്കെ ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ റെസിസ്റ്റേഴ്സിനെ, പ്രതിരോധങ്ങളെ സർക്യൂട്ടിൽ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പ്രതിരോധങ്ങളെ 2 രീതിയിലാണ് ക്രമീകരിക്കുന്നത്, ശ്രേണി രീതിയും സമാന്തര രീതിയും. അപ്പോൾ നമുക്ക് ആദ്യം ശ്രേണി രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായിട്ട് ഒറ്റ സർക്യൂട്ടായിട്ട് പാത പൂർത്തിയാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒന്നിനോടൊന്ന് ഇങ്ങനെ തുടർച്ചയായ ഒരു ശ്രേണി പോലെ, ഇപ്പോൾ ഒരു മാലയിലൊക്കെ മുത്ത് ഇങ്ങനെ വെക്കുന്ന പോലെ തുടർച്ചയായിട്ട് ഇങ്ങനെ വെച്ച് പോവുക. അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒന്നുണ്ട്, നാലാമത്തെ ഒരു പ്രതിരോധം ഉണ്ടെങ്കിൽ അതിങ്ങനെ തുടർച്ചയായി കണക്ട് ചെയ്തുകൊണ്ട് ഒറ്റ പാതയായിട്ട് സർക്യൂട്ട് പൂർത്തിയാക്കുന്നതാണ് എന്ത്? ശ്രേണി രീതിയിലുള്ള ക്രമീകരണം. എന്തിൻ്റെ? റെസിസ്റ്റേഴ്സിന്റെ, പ്രതിരോധങ്ങളുടെ ശ്രേണി രീതിയിലുള്ള ക്രമീകരണം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ് നമ്മൾ കൊടുക്കുന്ന ഇതിലൂടെയുള്ള സർക്യൂട്ടിലൂടെയുള്ള കറണ്ട്. ഇതെന്താണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും? നമ്മൾ ഈ കൊടുക്കുന്ന നമ്മളെ ഈ റെസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മളെ പ്രതിരോധങ്ങൾക്ക് ഇടയിൽ വിഭജിക്കപ്പെടും. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് വെച്ചാണ് മിസ് സർക്യൂട്ട് വരച്ചത്. ഇനി കൂടുതൽ റെസിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് സർക്യൂട്ട് വരക്കാം. അപ്പോഴൊക്കെ എന്താണ്, നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണോ അത് ഈ റെസിസ്റ്റേഴ്സിന്റെ പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ V1 ആക്കിയിട്ടും V2 ആയിട്ട് വിഭജിക്കപ്പെടും. പക്ഷേ നമ്മളെ കറണ്ട് ഈ സർക്യൂട്ടിൽ എവിടെ നമ്മൾ അമ്മീറ്റർ വെച്ച് റീഡിങ് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഈ പ്രതിരോധകത്തിന്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ സർക്യൂട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ അമ്മീറ്റർ വെച്ചിട്ട് റീഡിങ് എടുത്തു കഴിഞ്ഞാലും കറണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ഇതിന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രേണി രീതിയുടെ പ്രത്യേകത എന്താണ്? അപ്പം എന്താണ്? കറണ്ട് തുല്യം. എന്താണ്? കറണ്ട് തുല്യം, വോൾട്ടത വ്യത്യസ്തം. കറണ്ട് തുല്യമാണ്, പക്ഷെ വോൾട്ടത വ്യത്യസ്തമാണ്. ഓക്കെ, ശരിക്കും പഠിക്കുക. സർക്യൂട്ട് വരക്കാൻ എങ്ങനെയാണ് ശ്രേണി രീതി ഘടിപ്പിക്കുന്നത്, എന്താണ് ഇതിന്റെ പ്രത്യേകത, ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? കറണ്ട് തുല്യമാണ്, വോൾട്ടത വ്യത്യസ്തമാണ്, ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കില്ലേ എന്താണ് ഇതിൽ സഫല പ്രതിരോധം? എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്? എന്താണ് സഫല പ്രതിരോധം? സർക്യൂട്ടിലൂടെയുള്ള സഫല പ്രതിരോധം എങ്ങനെയാണ് കാണുന്നത് നമ്മള്? അതിനാണ് നമ്മൾ നേരത്തെ ഓംസ് ലോ പഠിച്ചത്. എന്തായിരുന്നു ഓംസ് ലോ? എന്തായിരുന്നു? V നേർ അനുപാതത്തിലാണ് കറണ്ടിനോട്. നമുക്ക് V/I = R എന്ന് എഴുതാന്ന് പറഞ്ഞിരുന്നു അല്ലേ? V/I = R ആണ്. ഇനിയോ V = എന്താണ്? IR ആണെന്ന് എഴുതാം അല്ലെ? V = IR ആണെന്ന് എഴുതാം അല്ലെ? അപ്പോ ഇവിടെ V നമ്മൾ കൊടുക്കുന്ന V = ഇവിടെ എന്താണ് എഴുതാം? IR ആണ് അല്ലെ? ഇനി V1 ഞാൻ പറഞ്ഞു, ഈ V നമ്മൾ കൊടുക്കുന്ന V എന്ത് ചെയ്യും? നമ്മൾ പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V = ഇവിടെ 2 പ്രതിരോധങ്ങളേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ വിഭജിക്കപ്പെടുമ്പോൾ ഈക്വൽ ആയിട്ട് വിഭജിക്കപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V = V1 + V2 എന്ന് എഴുതാം. അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ V = IR എന്ന് നമ്മൾ എഴുതി. ഇനി V1 എങ്ങനെ എഴുതാം? V1 എങ്ങനെ എഴുതാം? I × R1 plus V2 നമുക്ക് എങ്ങനെ എഴുതാം?
R2 എന്നത് ഈ V2 നെ I into R2 എന്നെഴുതാം. I into R2. V equal to V1 plus V2 എന്ന് പറഞ്ഞ് വിഭജിക്കപ്പെടും. V equal to ഓംസ് ലോ പ്രകാരം നമുക്ക് IR എന്ന് എഴുതാം. V1 നെ നമുക്ക് I into R1 എന്ന് എഴുതാം. V2 നെ നമുക്ക് I into R2 എന്ന് എഴുതാം. ഓക്കെ, IR equal to, ഇനി ഇവിടെ എന്താണ്, I കോമൺ ആണ് അല്ലേ, I നമുക്ക് പുറത്തെടുക്കാം. അപ്പോ സമത്തിന്റെ ഇപ്പുറത്തും I കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. R equal to R1 plus R2. ഇതെന്താണ്, ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. ഈ സർക്യൂട്ടിലുള്ള സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, R equal to R1 plus R2. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ്, എത്ര റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടോ, എത്ര പ്രതിരോധങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പ്രതിരോധം അങ്ങ് കൂട്ടി എഴുതുക, ആഡ് ചെയ്ത് എഴുതുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൂട്ടി എഴുതുക. അപ്പൊ 4, ഇവിടെ ഒരു 5 ഓം ആണ്, ഇവിടെ ഒരു 10 ഓം ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്, 15 ഓം ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് ടോട്ടൽ ശ്രേണി രീതിയിൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് R equal to R1 plus R2. ഇനി നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, എന്താ, R റെസിസ്റ്റൻസ് ഉള്ള N റെസിസ്റ്റേഴ്സ്, എന്താണ്, R റെസിസ്റ്റൻസ് ഉള്ള N റെസിസ്റ്റേഴ്സ് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, അവിടെ എന്താണ് അവിടെ പ്രത്യേകത, എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് എന്താണ്, R ആണല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ R plus R plus R plus R plus എന്ന് പറഞ്ഞാൽ N ടൈംസ് അങ്ങനെ എഴുതി പോവോ, അതിന്റെ ആവശ്യമില്ല. എന്താ നമ്മൾ ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പൊ NR ആണ് എന്ത്, അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. ഓക്കെ, അപ്പൊ നമ്മള് ശ്രേണി രീതിയിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ ഘടിപ്പിക്കുക, പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുക നമ്മൾ പഠിച്ചു. എന്താ പ്രത്യേകത, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെയിൻ പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു, കറണ്ട് തുല്യമായിരിക്കും. കറണ്ട് എന്തായിരിക്കും, സർക്യൂട്ടിൽ എവിടെയും എന്തായിരിക്കും, തുല്യമായിരിക്കും. പിന്നെയോ കൊടുക്കുന്ന വോൾട്ടത എന്താണ്, പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുമെന്നും നമ്മൾ പഠിച്ചു. ഇപ്പൊ വോൾട്ടത വ്യത്യസ്തം, കറണ്ട് തുല്യം, സഫല പ്രതിരോധം R equal to R1 plus R2. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മളെ കയ്യില് 4 ഓം, ഇനിയോ 2 ഓം, ഇങ്ങനെയുള്ള 2 പ്രതിരോധങ്ങൾ എടുത്തു. ഇതിനെ നമ്മൾ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്ത് ഘടിപ്പിക്കുകയാണ് എങ്കിൽ നമ്മളോട് ചോദിക്കും സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറയും. പിന്നെയോ സഫല പ്രതിരോധം കാണാൻ പറയും. പിന്നെയോ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കാണാൻ പറയും. എന്തൊക്കെയാണ്, 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, പിന്നെയോ സഫല പ്രതിരോധം കാണുക, കറണ്ട് കാണുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക ശ്രേണി രീതിയിലാവുമ്പോ, ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാ, 4 ഓം ആണ് അല്ലേ. അടുത്തതോ 2 ഓം ആണ് അല്ലേ. ഓക്കെ, നമ്മള് സ്വിച്ച് കൊടുത്തു, സെല്ല് കൊടുത്തു. ഇതാണ് നമ്മളെ സർക്യൂട്ട് ഡയഗ്രാം വരിക. ഇത് I കറണ്ട്, ഇത് വോൾട്ട് ഇവിടെ എത്രയാ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 6 വോൾട്ട് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ ആണല്ലോ. ഇനി എന്താ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്, സഫല പ്രതിരോധം എന്താണ്, R equal to R1 plus R2. എത്ര വരിക, 4 plus 2 6 എന്താണ്, 6 ഓം ആണ് അല്ലേ. 6 ഓം എന്താണ്, പ്രതിരോധത്തിന്റെ യൂണിറ്റ്. ഇനി എന്താണ് ചോദിക്കുന്നത്, കറണ്ട് ആണ്. കറണ്ട് ഓംസ് ലോയിൽ എങ്ങനെ കറണ്ട് കാണാം, I equal to V by R. ഓക്കെ, ഇക്വേഷൻ ഓർമ്മയില്ലാത്തവര് പിരമിഡ് വരയ്ക്കുക, കണ്ടുപിടിക്കുക. അപ്പൊ V നമുക്കറിയാം, V എത്രയാ, 6 വോൾട്ട് ആണ് അല്ലേ. 6 നമുക്കോ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, അതും 6 നമുക്ക് കിട്ടി. അപ്പൊ എന്താണ്, 6 by 6 equal to 1 എന്താണ്, കറണ്ട് ആണ്. 1 ആംപിയർ ആണ് യൂണിറ്റ് അല്ലേ, 1 ആംപിയർ. ഓക്കെ, അപ്പൊ ഇനി നമ്മള്
സമാന്തര രീതിയിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ പ്രതിരോധങ്ങളെ സമാന്തരമായിട്ട് ഘടിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് രീതി, എങ്ങനെയാണ് സമാന്തര രീതിയിൽ എങ്ങനെയാണ് ഘടിപ്പിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചിട്ട് കറണ്ട് ഓരോ ശാഖ വഴിക്കും വിഭജിച്ചിട്ട് സർക്യൂട്ട് പൂർത്തിയാക്കുകയാണ് സമാന്തര രീതിയിൽ. എന്താണ് സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുന്ന സമയത്ത് കറണ്ട് ഈ ശാഖകൾ വഴി വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുന്നതാണ് സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളുടെ ക്രമീകരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ചിത്രം നോക്കാം. ഇതാണ് നമ്മളെ രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2. ഇവിടെ നമ്മൾ നേരത്തെ പോലെയാണോ ഘടിപ്പിച്ചിരിക്കുന്നത്? അല്ലല്ലോ, ഒന്നിനോടൊന്ന് സമാന്തരമായിട്ടാണ്. നേരത്തെ എങ്ങനെയായിരുന്നു? ഒന്നിനോടൊന്ന് ഇങ്ങനെ തൊട്ടടുത്തായിട്ടായിരുന്നു അല്ലെ, ശ്രേണി രീതിയിൽ. ഇവിടെ സമാന്തരമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ എന്തായിരുന്നു? അവിടെ കറണ്ട് തുല്യം, വോൾട്ടേജ് വ്യത്യസ്തം. ഇവിടെയോ? ഇവിടെ ഈ കറണ്ട് എന്ത് ചെയ്യും? ഈ ശാഖ വഴിക്ക് I1 I2 എന്നിങ്ങനെ വിഭജിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തുല്യമായിരിക്കും. ഈ വോൾട്ടേജ് ഈ റെസിസ്റ്റേഴ്സിന്റെ ഇടയ്ക്കും എല്ലായിടത്തും എന്തായിരിക്കും? തുല്യമായിരിക്കും. പക്ഷെ കറണ്ട് വിഭജിക്കപ്പെടും. മനസ്സിലായല്ലോ പോയിന്റ്? എന്താണ്? കറണ്ട് വ്യത്യസ്തം, വോൾട്ടേജ് തുല്യം. ഇതാണ് സമാന്തര രീതിയുടെ പ്രത്യേകത. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നമ്മളെ ഈ സഫല പ്രതിരോധം, സമാന്തര രീതിയിൽ സഫല പ്രതിരോധം എങ്ങനെയാണ് കണക്കാക്കാൻ നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ കറണ്ട് വിഭജിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കൊടുക്കുന്ന I എന്തായിരിക്കും? ഇവിടെ I1 I2 ആയിട്ട് വിഭജിക്കും. രണ്ട് റെസിസ്റ്റേഴ്സ് ആണുള്ളത്, അതിന്റെ ഇടയ്ക്ക് I1 I2 ആയിട്ട് വിഭജിക്കും. അപ്പൊ നമുക്ക് ടോട്ടൽ I എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 എന്ന് എഴുതാം. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഓംസ് ലോക്ക് പോവാം. ഐനെ നമ്മൾ ഓംസ് ലോയിൽ എന്താണ്? I ഈക്വൽ ടു I സമം V/R എന്ന് എഴുതാം. അപ്പൊ അതിവിടെ കൊടുക്കാം. I ഈക്വൽ ടു V/R. ഈ സമം I1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് V/R1. വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോ V/R1 എന്ന് എഴുതാം. V/R1 പ്ലസ് I2 എങ്ങനെ എഴുതാം? V/R2 എന്ന് എഴുതാം. V/R2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ രണ്ടിലും V സെയിം ആണ് അല്ലേ, പുറത്തെടുക്കാം. അപ്പോഴോ എങ്ങനെ വരിക? 1/R1 പ്ലസ് 1/R2. ഓക്കെ, ഇനി ഈ വിയും എന്താവും? സമത്തിന്റെ അപ്പുറത്ത് വിയും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആവും. അപ്പൊ എങ്ങനെ എഴുതാം? 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 അല്ലെ. ഇപ്പൊ ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇനി കൂടുതൽ റെസിസ്റ്റേഴ്സ് തരുമ്പോൾ നമ്മള് LCM ഒക്കെ എന്താണ്, ലസാഗു ഒക്കെ കാണേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത് ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 1/R ഈക്വൽ ടു എങ്ങനെ എഴുതാം? R2 പ്ലസ് R1 ഇൻറ്റു 1, R1 ഡിവൈഡഡ് ഹരിക്കണം ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. ഇതെന്താണ്? ഇത് 1/R ആണ്, വ്യുൽക്രമാണ് അല്ലെ. 1/R നമുക്ക് എന്താ ചോദിക്കുക? R ആണ് ചോദിക്കുക, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ചോദിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R ആണ് അറിയേണ്ടത്. ഇത് 1/R ആണ്, ഇതിന്റെ നേരെ തിരിച്ചിടുക അല്ലെ. അപ്പൊ എങ്ങനെ വരിക? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് നമ്മളെ സഫല പ്രതിരോധം സമാന്തര രീതിയിൽ കാണാൻ ചോദിക്കുമ്പോൾ വരാം. മനസ്സിലാക്കി വെക്കുക. I1 പ്ലസ് I2 എന്ന് എഴുതി, നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്ത് എഴുതി. ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് 1/R ആണ് കിട്ടിയത്. ഈ 1/Rന്റെ റെസിപ്രോക്കൽ R ആണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ R1 പ്ലസ് R2 എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ? ഇത് എഴുതിയെടുക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം, 12 ohm 4 ohm. ഇതിന് നമ്മൾ 12 വോൾട്ട് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളോട് മൂന്ന് ക്വസ്റ്റ്യൻ നേരത്തെ ശ്രേണി രീതിയിൽ പോലെ തന്നെ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. എന്താണ്? സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക, സഫല പ്രതിരോധം കണക്കാക്കുക, കറണ്ട് കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മള് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാം അല്ലെ. എങ്ങനെയാ വരിക?
ഇത് 12 ഓം, ഒന്ന് 4 ഓം. പിന്നെ കറണ്ട് അല്ലേ, കറണ്ട് നമ്മൾ 12 വോൾട്ട് ആണ് കൊടുക്കുന്നത്. ഇതെന്തായി, ഇതിപ്പോ നമ്മളെ സർക്യൂട്ട് ഡയഗ്രം ആയി അല്ലേ. 4 ഓം 12 ഓം ഇങ്ങനെ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് അതിന് സമാന്തരമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 12 വോൾട്ട് സപ്ലൈ ആണ് പറഞ്ഞു. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഇനി എന്താ നമ്മൾ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സകല പ്രതിരോധം കണക്കാക്കാൻ അല്ലേ. സകല പ്രതിരോധം സമാന്തര ഇതിൽ എന്തായിരുന്നു, ഇക്വേഷൻ എന്തായിരുന്നു, R equal to R1 R2 divided by R1 plus R2 ഇതല്ല ഇക്വേഷൻ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിപ്പോ ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഇവർ തന്നിട്ടുള്ളൂ, രണ്ട് പ്രതിരോധങ്ങൾ ഇവർ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിലിട്ട് അങ്ങ് ഡയറക്റ്റ് ചെയ്യാം. ഇനി 3 or 4 റെസിസ്റ്റേഴ്സ് തന്ന് ചോദിക്കും, അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ തൊട്ട് മുന്നേ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ സ്റ്റെപ്പ്? 1/R equal to 1/R1 plus 1/R2 plus 1/R3 എന്ന് പറഞ്ഞ് എത്ര ഉണ്ടോ അത്ര എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ട് ചെയ്യുക. ഇവിടെ ഇട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടിൽ കൂടുതൽ ഭിന്നസംഖ്യകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, ലസാഗു കാണും അല്ലെ. ലസാഗു കണ്ടിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ എന്ത് ഫോമിലായിരിക്കും? 1/R ഫോമിലായിരിക്കും കിട്ടുക. അതിന്റെ അപ്പോ 1/R equal to എന്ന് പറഞ്ഞിട്ടാണ് അത് കിട്ടുക. അപ്പൊ നമ്മളോട് എന്താ ചോദിക്കുന്നത്? R ആണ് ചോദിക്കുന്നത്. അപ്പൊ R എടുത്ത് എഴുതുമ്പോൾ നേരെ അതിന്റെ വിൽക്രം എടുത്ത് എഴുതിയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇവിടെ രണ്ടെണ്ണേ തന്നിട്ടുള്ളൂ, രണ്ട് റെസിസ്റ്റേഴ്സേ ഇവിടെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക് പറയൂ. 12 into 4 ഡിവൈഡഡ് ബൈ എന്താണ്, 12 plus 4 16 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, എന്താ ആൻസർ വരുന്ന 3 വരും അല്ലേ. 3 എന്താണ്, 3 ഓം ആണ്. 3 ഓം ആണ് റെസിസ്റ്റൻസ്. അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എന്താണ്, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് ആണ്. കറണ്ട് എങ്ങനെ, I equal to V/R ആണ് അല്ലെ. ഓംസിന്റെ പ്രകാരം V എത്ര നമുക്കറിയാം അല്ലെ, 12 വോൾട്ട് ആണ് അല്ലെ, 12. ഇനിയോ നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസോ 3 ആണ് അല്ലെ, 12/3. അപ്പൊ 4 ആംപിയർ. 4 ആംപിയർ ആണ് എന്ത് സർക്യൂട്ടിലൂടെയുള്ള കറണ്ട്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇവിടെ കുഴപ്പമില്ല, രണ്ട് റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറെ എന്താ പറയാ, R റെസിസ്റ്റൻസ് ഉള്ള N റെസിസ്റ്റേഴ്സിന് ശ്രേണി രീതിയിൽ പറഞ്ഞിരുന്നു. N റെസിസ്റ്റേഴ്സിനെ സമാന്തരമായി ഘടിപ്പിക്കുകയാണെങ്കിൽ എന്താ ആൻസർ വരിക? പറഞ്ഞേ. ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇപ്പോ ഇവിടെ ഒരു ഒറ്റ റെസിസ്റ്റർ ഉള്ളൂ അല്ലെ, പക്ഷെ അങ്ങനത്തെ ഒരുപാട് എണ്ണാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇപ്പൊ നമ്മൾ കുറെ ഉണ്ടാവുമ്പോൾ മിസ് പറഞ്ഞു, ആ ഡയറക്റ്റ് രണ്ടെണ്ണത്തിലുള്ള ഇക്വേഷൻ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്ത്, R equal to R1 plus R1 into R2 divided by R1 plus R2. ഇത് രണ്ടെണ്ണം ഉണ്ടാവുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണെന്ന് മിസ് പറഞ്ഞു. ഇനി അല്ല, ഒരുപാടെണ്ണം തരുമ്പോൾ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് 1/R equal to എന്നുള്ള സ്റ്റെപ്പിലിട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിന്റെ നേരെ വിൽക്രം എടുത്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? 1/R plus 1/R plus 1/R etc. n 1/R ഉണ്ട് അല്ലേ. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? 1/R into n ടൈംസ്. അപ്പൊ into n എഴുതാം. ഈക്വൽ ടു എന്താണ്? n/R. n into 1 divided by n/R. ഇതെന്താണ് നമുക്ക്? 1/R equal to ആണ് എന്ത്? n/R. 1/R equal to ആണ് n/R. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? R ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ R equal to R/n ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് ഒന്നും കൂടി സ്വന്തം നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ സംഖ്യകളിൽ വരുമ്പോഴും രണ്ടിലധികം റെസിസ്റ്റേഴ്സ് തന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റെപ്പിലിട്ട് ചെയ്യുക.
ലാസ്റ്റ് വിൽക്രം എടുത്തെഴുതുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശ്രേണി രീതിയുടെയും സമാന്തര രീതിയുടെയും കമ്പാരിസൺ ആണ് പഠിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ശ്രേണി രീതി നോക്കാം. എന്താണ്? സഫല പ്രതിരോധം കൂടുന്നു. സമാന്തര രീതിയിലോ സഫല പ്രതിരോധം കുറയുന്നു. എന്താ ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കൂടുന്നു ഇവിടെ കുറയുന്നു? നിങ്ങൾക്ക് ഇത്രയും പഠിച്ചതെന്ന് മനസ്സിലായോ? എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കുറേ കുട്ടികൾ ഒരു പാലം കടന്നു പോകുന്നത്. ഫസ്റ്റ് ശ്രേണി രീതിയിൽ ഒരു പാലം, അതിലൂടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പോൾ അവർക്ക് തടസ്സമാണ്, ഭയങ്കര തടസ്സമാണ്. എന്നിട്ട് സമാന്തര രീതിയിൽ 3 പാലങ്ങളാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്ന സമയത്ത് 3 പാലങ്ങളിലൂടെ വ്യത്യസ്തമായിട്ട് കുറച്ച് പേര് കടന്നു പോയി. ഇനിയിപ്പോൾ അപ്പോൾ അവർക്ക് തടസ്സം കുറവാണ്. എന്നിട്ട് ഒരു പാലം ഒടിഞ്ഞു പോയാലും പൊട്ടിപ്പോയാലും ഇനി 2 പാലങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് തടസ്സം കുറവാണ്, സുഗമമാണ് നമ്മളെ ഇതെന്ന് യാത്ര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇവിടെ കറണ്ട് ബ്രാഞ്ചുകളായിട്ട് അല്ലേ വിഭജിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കറണ്ടിന് നന്നായിട്ട് ഒഴുകാൻ കഴിയുന്നുണ്ട്. തടസ്സം കുറവാണ്. ഈ തടസ്സമാണ് യഥാർത്ഥത്തിൽ എന്ത്? പ്രതിരോധം. അപ്പോൾ പ്രതിരോധം കുറവും കറണ്ടിൻ്റെ വൈദ്യുതിയുടെ പ്രവാഹം കൂടുതലുമാണ് എവിടെ ഉണ്ടാവുക? സമാന്തര രീതിയിൽ ഉണ്ടാവുക. ഇവിടെയോ പ്രതിരോധം നേരെ തിരിച്ച് കൂടുതലും, തടസ്സം കൂടുതലും, കറണ്ടിന് പോകാനുള്ള കഴിവ് പ്രവഹിക്കാനുള്ളത് കുറവുമായിരിക്കും. മനസ്സിലായില്ലേ? ഇനി കറണ്ട് തുല്യമായിരിക്കും ശ്രേണി രീതിയിൽ. നമുക്കറിയാം, നമ്മൾ പഠിച്ചു അല്ലേ, കറണ്ട് എല്ലായിടത്തും അമ്മീറ്റർ വെച്ച് റീഡിങ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെയോ സമാന്തര രീതിയിൽ കറണ്ട് ബ്രാഞ്ചുകളായിട്ട് ശാഖകളായിട്ട് വിഭജിച്ചിട്ട് എല്ലാത്തിൻ്റെ സമ്മാണ് വരിക അല്ലേ എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് എന്തായിരിക്കും? കറണ്ട് വ്യത്യസ്തമായിരിക്കും. പിന്നെയോ ശ്രേണി രീതിയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കില്ല. നമ്മൾ പഠിച്ചു അല്ലേ, എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം? നമ്മൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു, തുല്യമായിട്ട് വിഭജിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം ശ്രേണി രീതിയിൽ തുല്യമായിരിക്കില്ല. സമാന്തര രീതിയിലോ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. അതും പഠിച്ചു. ഇനിയോ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. എവിടെ? ശ്രേണി രീതിയിൽ. എന്നാൽ സമാന്തര രീതിയിലോ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു താരതമ്യ പഠനം എന്ന് പറയുന്നത്. ഇത് എന്തായാലും കാണാതെ പഠിക്കണം. ഇതെന്തായാലും ചോദിക്കും. പിന്നെ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. ശ്രേണി രീതി സമാന്തര രീതിയിൽ വെച്ചിട്ട് ബൾബ് റെസിസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ടേബിൾ ഫില്ല് ചെയ്യാനുള്ള ഒരു വർക്ക് ഉണ്ട്. അതെല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.